Hi friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സമോസ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്ന ചെറുതായിട്ടല്ല, കാണുന്നില്ല, ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. നന്ന ചെറുതായിട്ട് വേണ്ട, നന്ന വലുപ്പം വേണ്ട, സാധാരണ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ പച്ചമുളകും ബീട്രൂട്ടും വേണം. അത് ഞാൻ ചെറുതായി ഇത് സവാള കട്ട് ചെയ്തെടുത്ത അതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വെള്ളം ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്ത് വേവിച്ചു കൊടുക്കാം. ഇപ്പൊ ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകിന്റെ എരിവ് ഓൾറെഡി ഉണ്ട്, അപ്പൊ നമുക്ക് ഇത് മുളക് പൊടി ഇടേണ്ട ആവശ്യം ഓപ്ഷനിലാണ്. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി വേകാൻ വേണ്ടിയിട്ട് അടച്ചു കൊടുക്കാം. വെള്ളം നന്നായി ആറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ച ബീട്രൂട്ടും എല്ലാം വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, അത് ഞാനൊന്ന് ഉടച്ച് വെച്ചതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉടയാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മളൊന്ന് കയ്യിലുകൊണ്ട് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 1.5 ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നല്ല കട്ടി കൂടുതലുണ്ട് വെച്ചാൽ നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടി കൂടുതലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സമോസ ഷീറ്റ് ഞാൻ ഉണ്ടാക്കുന്നല്ല, ഓൾറെഡി റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഷീറ്റാണിത്. അപ്പോൾ ഇതിന് നമ്മൾ 50 രൂപയാണ് ഇതിന്. നമ്മൾ 50 ഷീറ്റ് ഉണ്ടാവും ഇതിൽ. അതിൽ നിന്ന് ഓരോന്നും എടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഒരു ബൗളില് കുറച്ച് മൈദ കുറച്ച് വെള്ളമാക്കി ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്ക് സൈഡൊന്നും ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഈ ഷീറ്റ് കൈ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം, ഞാൻ മടക്കുന്ന രീതി കാണുന്നില്ല, ആ രീതിയിൽ വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ മടക്കിയതിന് ശേഷം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അത് സ്ലിപ്പായി പോകരുത്. നമുക്ക് ഒന്ന് ഓടി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബാക്കി വരുന്ന വശത്ത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരുന്ന മൈദ മാവില്ലേ, അതൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ സമോസ
ഇനിയിപ്പോ എണ്ണയിലിടേ വേണ്ടു. ഇപ്പം ഉള്ള മസാല ഇട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇന്നൊന്നുകൂടി ചെയ്ത് നോക്കാം. ഈ ഷീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നല്ല ക്രിസ്പി ഉണ്ടാവും. നമ്മൾ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കുറച്ച് പാടാണ്. പിന്നെ ക്രിസ്പിനെസ് വരാനും കുറച്ച് പാടാണ്. ഞാനിപ്പോ അവിടെ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എണ്ണ ഏകദേശം നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിനിടയിൽ ഒന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് മാറ്റാം. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമന്റ് എനിക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.